സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞെങ്കിലും വകുപ്പില്ലാതെ തുടരുകയാണ് മന്ത്രിമാർ. UDF മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർണ്ണമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കോൺഗ്രസിലെ മന്ത്രിമാർക്കിടയിലും ഘടകകക്ഷി മന്ത്രിമാരുമായും തർക്കം തുടരുകയാണ്. അതിനിടെ മന്ത്രിപദവിയിൽ നിന്നും തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് സഭാ നേതൃത്വവും കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സമസ്ത ഇടപെടാറില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കി. 6 പതിറ്റാണ്ടിനിടെയുള്ള കോൺഗ്രസിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭയെന്ന അവകാശവാദവുമായി അധികാരത്തിലേറിയ VD സതീശൻ സർക്കാർ വകുപ്പ് വിഭജനത്തിൽ കൈകാലിട്ടടിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരുള്ള കോൺഗ്രസിന് പ്രതീക്ഷിച്ച വകുപ്പുകൾ പലതും ലഭിക്കാത്തതും മറ്റു ചില വകുപ്പുകളിൽ ധാരണയാകാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒറ്റ വകുപ്പ് മാത്രം ലഭിച്ച M. ലിജു, OJ ജെനീഷ് തുടങ്ങിയവർ കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം ലീഗിന് നൽകിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഫിഷറീസ് വകുപ്പ് CMPക്ക് നൽകുന്നതിലും M. വിൻസെന്റിനെ ഒഴിവാക്കിയതിലും പ്രതിഷേധിച്ച് ലത്തീൻ സഭ രംഗത്തെത്തിയതോടെ ആ വകുപ്പിലും അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. M. വിൻസെന്റിനെ ഒഴിവാക്കി വകുപ്പ് ഘടകകക്ഷിക്ക് നൽകുന്നത് ഉത്തമമല്ലെന്നാണ് ലത്തീൻ സഭയുടെ വിലയിരുത്തൽ. ഈ മേഖലയിലെ ആളുകൾ വെറും വോട്ട് ബാങ്കായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി അനുവദിക്കത്തില്ല. ഈ കടലും കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളെയും ഒക്കെ അറിയുന്ന വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ തീരദേശത്ത് നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വത്തിൽ ഈ വകുപ്പ് ഏൽപ്പിക്കണം. പ്രസ്തുത വകുപ്പുകളിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് മന്ത്രി K. മുരളീധരൻ. ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. സമവായം കണ്ടെത്തി ഇന്ന് തന്നെ ഗവർണർക്ക് വിശദമായ ലിസ്റ്റ് സമർപ്പിക്കണം. വൈകുന്നേരത്തോടെ ലോക് ഭവനാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ വിജ്ഞാപനം ചെയ്യുക. ഇതിനിടെ നെയ്യാറ്റിൻകര സീറ്റ് പിടിച്ച N. ശക്തൻ മന്ത്രിസഭയിൽ അവസരം ലഭിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. DCC അധ്യക്ഷ പദവിയിലിരുന്ന് നേടിയ വിജയത്തിൽ N. ശക്തന് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് നാടാർ സമുദായവും വിലയിരുത്തുന്നു. അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്നാണ് നാടാർ സമുദായ സംഘടനകളുടെ നിലപാട്. മൂവാറ്റുപുഴയിൽ നിന്നും ജയിച്ച മാത്യു കുഴൽനാടനെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധമുയരുകയാണ്. മുൻ മുഖ്യമന്ത്രിക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തിയ കുഴൽനാടനെ തഴഞ്ഞുവെന്നാണ് കുറ്റപ്പെടുത്തൽ. അതേസമയം മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സമസ്ത ഇടപെടാറില്ലെന്നും മുജാഹിദ് വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകിയെന്ന നിലയിൽ താൻ പറഞ്ഞതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. ചില പണ്ഡിത വേഷധാരികൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകുകയാണെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മള് പണ്ഡിതന്മാരായി പുറത്തിറക്കിയ പല ചാനൽ കൂടിയും അത് തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.